സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തകർച്ചകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നന്നായി ഓടിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് തകരുന്നു. നല്ല സ്വഭാവമായിരുന്ന കുട്ടികൾ പതുക്കെ മോശം വഴികളിലേക്ക് തിരിയുന്നു. അതല്ലെങ്കിൽ വീട്ടിൽ അകാരണമായ വഴക്കുകൾ തുടങ്ങുന്നു. പലപ്പോഴും നിയമങ്ങളിലൂടെ നമുക്കെതിരെ വരുന്നതെല്ലാം നമുക്ക് തടയാനാകും. പക്ഷെ ഒരു വ്യക്തിയുടെ കണ്ണിലെ വിഷത്തിന്റെ വീര്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ വാളിനേക്കാൾ വേഗത്തിൽ നിങ്ങളെ തളർത്താൻ ഒരു അസൂയാലുവിന്റെ നോട്ടത്തിന് കഴിയും. ഇതിനെ നമ്മൾ കണ്ണേറ് എന്ന് വിളിക്കും. ഇത് വെറുമൊരു തോന്നലല്ല, നിങ്ങളെ തളർത്താനുള്ള ഒരു അദൃശ്യ ആയുധമാണ്. നമസ്കാരം. ചാണക്യ മലയാളത്തിലേക്ക് ഈ അറിവിന്റെ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ തലമുറകൾ പറയുന്ന ഈ കണ്ണേറ്, അതല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നതിനെ ആധുനിക ശാസ്ത്രം നെഗറ്റീവ് ബയോഡൈനാമിക് എനർജി എന്ന് വിളിക്കുന്നു. ഒരാളുടെ തീവ്രമായ നെഗറ്റീവ് ചിന്തകൾ അവരുടെ കണ്ണുകളിലൂടെ ഒരു തരംഗമായി പുറപ്പെടുന്നു. അത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ തളർത്തും. ചാണക്യന്റെ രാജതന്ത്രങ്ങളിൽ കൊട്ടാരങ്ങളും രാജാക്കന്മാരും കണ്ണേറിൽ നിന്നും ദൃഷ്ടിദോഷത്തിൽ നിന്നും എങ്ങനെ രക്ഷിക്കപ്പെടണം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വീടിനെയും കുടുംബത്തെയും ഒരു കവചം പോലെ കാക്കുന്ന 7 ഉത്തമ പരിഹാരങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണം നൽകും എന്ന് ഉറപ്പാണ്. ഈ രഹസ്യവിദ്യകളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ദുർഭാഗ്യങ്ങളെ തടയാനും ചാണക്യന്റെ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ടു പോകാനും ഞാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ അറിവുകൾ എല്ലാവരിലും എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാണക്യ മലയാളം കുടുംബത്തിൽ അംഗമായിട്ടില്ലെങ്കിൽ ധൈര്യമായി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തുക. ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്താൽ മാത്രമേ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ദൃഷ്ടി മാറ്റാനുള്ള താന്ത്രികമായ കർമ്മങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളിയാകാൻ കഴിയൂ. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് നമ്മുടെ ഈ ധർമ്മയുദ്ധത്തിന്റെ വിജയമാണ്. നമ്മുടെ ആദ്യത്തെ പരിഹാരത്തിലേക്ക്, ആത്മസംരക്ഷണം. കണ്ണേറിനെ പ്രതിരോധിക്കാനുള്ള ആദ്യത്തെ കോട്ട പണിയേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ചാണക്യൻ തന്റെ രാജതന്ത്രങ്ങളിൽ ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആത്മബലമാണ് ഏറ്റവും വലിയ കവചം. ഒരാൾ നിങ്ങളെ അസൂയയോടെ നോക്കുമ്പോൾ ആ നോട്ടം നിങ്ങളെ ബാധിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായിരിക്കണം. ഭാരതീയ ആത്മീയത ഇതിനെ പ്രാണശക്തി എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ പ്രാണശക്തി ഉന്നതിയിലാണെങ്കിൽ ലോകത്തിലെ ഒരു വിഷദൃഷ്ടിക്കും നിങ്ങളെ സ്പർശിക്കാനാവില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു വൈദ്യുത കാന്തിക വലയമുണ്ട്, ബയോമാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങളുടെ മനസ്സ് ഭയപ്പെടുമ്പോഴോ ആശങ്കപ്പെടുമ്പോഴോ ഈ വലയത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ആ വിള്ളലുകളിലൂടെയാണ് മറ്റൊരാളുടെ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്നത്. ചാണക്യൻ നിർദ്ദേശിക്കുന്ന പ്രായോഗിക രീതികൾ. മനോധൈര്യം. എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ദൈവികമായ ഊർജത്താൽ സംരക്ഷിക്കപ്പെട്ടവനാണ് എന്ന ഉറച്ച വിശ്വാസം ഉള്ളിൽ വളർത്തുക. ഈ ആത്മവിശ്വാസം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും അദൃശ്യമായ ഒരു മതിൽ തീർക്കും. പ്രാർത്ഥനയുടെ കരുത്ത്. ഏതൊരു ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ പ്രപഞ്ചശക്തിയെയോ സ്മരിക്കുക. ചാണക്യൻ യുദ്ധത്തിനു മുൻപ് തന്റെ സൈനികരോട് മന്ത്രങ്ങൾ ഉരുവിടാൻ പറയുമായിരുന്നു. മന്ത്രങ്ങളുടെ ശബ്ദതരംഗങ്ങൾ, വൈബ്രേഷൻസ് നിങ്ങളുടെ പ്രഭാവലയത്തെ ബലപ്പെടുത്തും. ഭയം വെടിയുക. കണ്ണേറിനെ കുറിച്ച് അമിതമായി ഭയപ്പെടുന്നത് ആ നെഗറ്റീവ് ഊർജത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഭയമില്ലാത്തവനെ കീഴടക്കാൻ പ്രപഞ്ചത്തിലെ ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ദിവസവും രാവിലെ മനസ്സിന് കരുത്ത് നൽകുന്ന ഏതെങ്കിലും മന്ത്രമോ പ്രാർത്ഥനയോ ചൊല്ലാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ പോസിറ്റീവ് വാക്കുകൾ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ. ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം ശക്തമാണെങ്കിൽ പുറത്തുള്ള ഇരുട്ടിന് നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ല. ചാണക്യന്റെ ഈ പാഠം ജീവിതത്തിൽ പകർത്തിയാൽ കണ്ണേറ് എന്നത് വെറുമൊരു നിഴൽ മാത്രമായി മാറും. കണ്ണേറിനും ദൃഷ്ടിദോഷത്തിനുമെതിരെ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഉപ്പ്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ ലവണത്തെ, ഉപ്പിനെ വെറുമൊരു ഭക്ഷ്യവസ്തുവായല്ല, മറിച്ച് ശുദ്ധീകരണത്തിനുള്ള ഉപാധിയായിട്ടാണ് കാണുന്നത്. ദുഷ്ടശക്തികളെയും നെഗറ്റീവ് തരംഗങ്ങളെയും ആവാഹിച്ചെടുക്കാനുള്ള അത്ഭുതകരമായ കഴിവ് ഉപ്പിനുണ്ട്. ഇതിനെ ശാസ്ത്രീയമായി നോക്കിയാൽ ഉപ്പിലെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലുകൾക്ക് ചുറ്റുമുള്ള വായുവിലെ നെഗറ്റീവ് അയോണുകളെ നെഗറ്റീവ് അയൻസ് ആകർഷിക്കാനും അന്തരീക്ഷത്തെ ബാലൻസ് ചെയ്യാനും കഴിവുണ്ട്. എനർജി ഹീലിംഗ് നടത്തുന്നവർ ഇന്നും ഉപ്പിനെ ഒരു എനർജി പ്യൂരിഫയർ ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിലെ ദൃഷ്ടിദോഷം നീക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന രീതികൾ. ലവണജല സ്നാനം. പുറത്തുപോയി വരുമ്പോൾ അല്ലെങ്കിൽ അതിഥികൾ വന്നുപോയ ശേഷം വീടിന്റെ ഉമ്മറവും തറയും കല്ലുപ്പിട്ട വെള്ളം കൊണ്ട് തുടയ്ക്കുക. ഇത് വീടിനുള്ളിലെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ദുഷിച്ച നോട്ടങ്ങളുടെ ഫലത്തെ നിർവീര്യമാക്കും. ഒഴിഞ്ഞു മാറ്റൽ. നിങ്ങളുടെ കുട്ടിക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുകയോ കാരണം കൂടാതെ കരയുകയോ ചെയ്താൽ ഒരു ബീട്ടി കല്ലുപ്പെടുത്ത് കുട്ടിയുടെ തലയ്ക്ക് ചുറ്റും 3 വട്ടം ഒഴിഞ്ഞ് അത് ഒഴുകുന്ന വെള്ളത്തിൽ കളയുക. ആ ഉപ്പ് അലിഞ്ഞു പോകുന്നതോടെ ദൃഷ്ടിദോഷത്തിന്റെ കാഠിന്യവും ഇല്ലാതാകുമെന്നാണ് ആചാര്യൻ പഠിപ്പിക്കുന്നത്. മുറികളിലെ സംരക്ഷണം. വീടിന്റെ 4 മൂലകളിലും ചെറിയ പാത്രങ്ങളിൽ കല്ലുപ്പ് നിറച്ചു വെക്കുക. ആഴ്ചയിലൊരിക്കൽ ഈ ഉപ്പ് മാറ്റി പുതിയത് വെക്കുക. മുറിയിലെ നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ ആ ഉപ്പ് ആവാഹിച്ചുകൊള്ളും. സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിൽ കല്ലുപ്പ് ഉപയോഗിച്ച് ഇത്തരം രീതികൾ പരീക്ഷിക്കാറുണ്ടോ? അതോ നിങ്ങളുടെ നാട്ടിൽ ദൃഷ്ടി മാറ്റാൻ മറ്റെന്തെങ്കിലും പ്രത്യേക രീതികളുണ്ടോ? ദയവായി താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും നമ്മുടെ അറിവിന്റെ ശേഖരം വർദ്ധിപ്പിക്കും. ചാണക്യൻ പറയുന്നു,
ശത്രുവിനെ നശിപ്പിക്കാൻ ആയുധം വേണം, എന്നാൽ ശത്രുവിന്റെ നോട്ടത്തെ തടയാൻ പ്രകൃതിയുടെ ശക്തി തന്നെ വേണം. ഉപ്പ് വെറുമൊരു പൊടിയല്ല, അത് നിങ്ങളുടെ വീടിനെ കാക്കുന്ന വെളുത്ത പടയാളിയാണ്. ഇത് വിശ്വസിച്ച് ചെയ്യുന്നവന് ഫലം നിശ്ചയമാണ്. നമ്മുടെ വീടുകൾക്ക് മുന്നിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും എന്തിനാണ് വലിയ കോലങ്ങളോ വിചിത്രമായ രൂപങ്ങളോ തൂക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചാണക്യൻ തന്റെ സുരക്ഷാ തന്ത്രങ്ങളിൽ ഒരു രഹസ്യം പറയുന്നുണ്ട്. ശത്രുവിന്റെ നോട്ടം എവിടെ പതിക്കുന്നുവോ അവിടെ ഊർജം കേന്ദ്രീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ ഐശ്വര്യത്തിലേക്ക് ഒരാളുടെ നോട്ടം നേരിട്ട് പതിച്ചാൽ അത് ദോഷമായി മാറും. അതുകൊണ്ട് ആ നോട്ടത്തെ വഴിതിരിച്ചുവിടണം. ശാസ്ത്രീയമായി ഇതിനെ അറ്റൻഷൻ ഡൈവേർഷൻ എന്ന് വിളിക്കാം. ഒരാളുടെ കണ്ണ് പെട്ടെന്നുടക്കുന്ന വസ്തുക്കൾ അവിടെ വെച്ചാൽ അവരുടെ നോട്ടത്തിലെ തീക്ഷ്ണത ആ വസ്തുവിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. നിങ്ങളുടെ വീടിന്റെ ഭംഗിയിലേക്കോ നിങ്ങളുടെ കുട്ടിയുടെ ചിരിയിലേക്കോ നോക്കുന്നതിന് മുൻപ് അവരുടെ കണ്ണ് മറ്റൊന്നിൽ ഉടക്കണം. ചാണക്യൻ നിർദ്ദേശിക്കുന്ന പ്രധാന ചിഹ്നങ്ങളും രീതികളും: ദൃഷ്ടി പ്രതിമകളും കോലങ്ങളും. വീടിന്റെ പ്രവേശന കവാടത്തിൽ ദൃഷ്ടി മാറ്റുന്ന രൂപങ്ങൾ സ്ഥാപിക്കുക. വരുന്നവർ ആദ്യം കാണുന്നത് ഈ രൂപത്തെയായിരിക്കണം. അതോടെ അവരുടെ നോട്ടത്തിലെ നെഗറ്റീവ് ഊർജം ആ രൂപത്തിൽ തട്ടി നിർവീര്യമാക്കപ്പെടുന്നു. കണ്ണാടിയുടെ പ്രയോഗം. ചാണക്യനീതിയിൽ പറയുന്ന മറ്റൊരു വിദ്യയാണ് വാതിൽക്കൽ ഒരു ചെറിയ കണ്ണാടി സ്ഥാപിക്കുക എന്നത്. നെഗറ്റീവ് ചിന്തകളുമായി വരുന്ന ഒരാളുടെ നോട്ടം ആ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ആ നെഗറ്റീവ് തരംഗങ്ങൾ അവർക്ക് നേരെ തന്നെ തിരിച്ചയക്കപ്പെടുന്നു. കറുത്ത പൊട്ടും അടയാളങ്ങളും. ചെറിയ കുട്ടികൾക്കോ സുന്ദരമായ വസ്തുക്കൾക്കോ ഒരു കറുത്ത അടയാളം നൽകുന്നത് ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു. ആ കറുത്ത പൊട്ട് കാണുന്ന നിമിഷം നോട്ടത്തിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ഓർക്കുക, ചാണക്യൻ പണിത സാമ്രാജ്യങ്ങൾക്ക് ചുറ്റും പോലും ഇത്തരം സംരക്ഷണ വലയങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ശത്രുവിന്റെ കണ്ണിന് നിങ്ങളുടെ വാതിൽ കടന്ന് അകത്തേക്ക് നോക്കാൻ ധൈര്യം വരാത്ത രീതിയിൽ നിങ്ങളുടെ ഗൃഹത്തെ ഒരു കോട്ടയാക്കി മാറ്റുക. വിവേകമുള്ളവർ ചിഹ്നങ്ങളെ ആയുധമാക്കുന്നു. കണ്ണേർ എന്നത് കേവലം ഒരു നോട്ടമല്ല, അത് വായുവിലൂടെ പടരുന്ന ഒരു നെഗറ്റീവ് തരംഗമാണ് എന്ന് നമ്മൾ കണ്ടു. ഈ തരംഗങ്ങളെ നശിപ്പിക്കാൻ ദൃശ്യമായ രൂപങ്ങൾ മാത്രം പോരാ, മറിച്ച് അന്തരീക്ഷത്തെ തന്നെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ചാണക്യൻ തന്റെ കൊട്ടാരങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ പ്രത്യേക ഔഷധക്കൂട്ടുകൾ പുകയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ ധൂപനം എന്നാണ് ആയുർവേദം വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ കുന്തിരിക്കവും വെളുത്ത കടുകും കത്തുമ്പോൾ പുറത്തുവിടുന്ന പുകയ്ക്ക് വായുവിലെ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. അതോടൊപ്പം ഈ പുകയുടെ ഗന്ധം നമ്മുടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ഭയവും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു. ദൃഷ്ടിദോഷം നീക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന ഔഷധ പ്രയോഗങ്ങൾ: കുന്തിരിക്കത്തിന്റെ പുക. പ്രകൃതിദത്തമായ കുന്തിരിക്കം കനലിലിട്ട് വീട് മുഴുവൻ പുകയ്ക്കുക. ഇതിന്റെ ഗന്ധം നിൽക്കുന്നിടത്ത് ഒരു ദുഷ്ടശക്തിക്കും തങ്ങി നിൽക്കാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ വീടിന്റെ ഊർജത്തെ പോസിറ്റീവാക്കി മാറ്റുന്നു. വെളുത്ത കടുകിന്റെ പ്രയോഗം. കണ്ണേറിന് ഏറ്റവും വലിയ ശത്രുവാണ് വെളുത്ത കടുക്. കുന്തിരിക്കത്തോടൊപ്പം അല്പം വെളുത്ത കടുകും കനലിലിടുക. ഇത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും പുകയും ദൃഷ്ടിദോഷത്തിന്റെ കടുപ്പം കുറയ്ക്കുമെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. സന്ധ്യാസമയത്തെ പ്രാധാന്യം. പകലും രാത്രിയും സന്ധിക്കുന്ന സന്ധ്യാസമയത്താണ് നെഗറ്റീവ് ഊർജങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. ഈ സമയത്ത് വീടിന്റെ 4 കോണുകളിലും ഔഷധപ്പുക എത്തിക്കുന്നത് വഴി നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ കുന്തിരിക്കം പുകയ്ക്കുന്ന ശീലമുണ്ടോ? അതോ അഗർബത്തികളാണോ നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്? ശുദ്ധമായ കുന്തിരിക്കത്തിന്റെ ഫലം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. നിങ്ങളുടെ അനുഭവം താഴെ കമന്റായി രേഖപ്പെടുത്തൂ. ചാണക്യൻ പറയുന്നു, ശരീരത്തിന് ഔഷധം പോലെയാണ് ഗൃഹത്തിന് ധൂപനം. അദൃശ്യനായ ശത്രുവിനെ പുകച്ചു പുറത്താക്കുക എന്നത് യുദ്ധതന്ത്രമാണ്. ആ തന്ത്രം നിങ്ങളുടെ വീട്ടിലും പരീക്ഷിക്കുക. ഐശ്വര്യം പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കണ്ണേറ് ഏറ്റാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. എന്നാൽ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ ചാണക്യൻ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഇതാണ്: നിങ്ങളുടെ വിജയങ്ങളും സന്തോഷങ്ങളും രഹസ്യമാക്കി വെക്കുക. ചാണക്യനീതിയിലെ അതിപ്രധാനമായൊരു ശ്ലോകമുണ്ട്: മനസാ ചിന്തിതം കർമ്മ വചസാ ന പ്രകാശയേത്. അതായത്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിനുള്ളിൽ തന്നെ വെക്കുക, അത് പൂർത്തിയാകുന്നതുവരെ ആരോടും വെളിപ്പെടുത്തരുത്. എന്തുകൊണ്ടാണ് ചാണക്യൻ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരു നല്ല കാര്യം തുടങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ അത് അസൂയയോടെ നോക്കി നിൽക്കുന്ന ശത്രുക്കൾ ഉണ്ടാകും. അവരുടെ ആ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ആധുനിക കാലത്തെ ദൃഷ്ടിദോഷം. സോഷ്യൽ മീഡിയ. പണ്ടുകാലത്ത് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് മാത്രമായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇന്നൊരു സ്പൂൺ ഭക്ഷണം കഴിച്ചാൽ പോലും അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നവരാണ് നമ്മളിൽ പലരും. ആ ചിത്രങ്ങൾ കാണുന്ന 100 കണക്കിന് ആളുകളിൽ എല്ലാവരും നിങ്ങളെ കണ്ട് സന്തോഷിക്കുന്നവരല്ല. ഇവൾ എത്ര സുഖമായാണ് ജീവിക്കുന്നത് എന്നൊരാളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു നിമിഷത്തെ അസൂയ മതി നിങ്ങളുടെ സമാധാനം കെടുത്താൻ. നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോൾ, ഒരു പുതിയ വീട് വാങ്ങുന്നതോ മക്കൾക്ക് ജോലി ലഭിക്കുന്നതോ ആയ കാര്യങ്ങൾ വലിയ ആർഭാടത്തോടെ നാട്ടുകാരെ അറിയിക്കുന്നത് ഒഴിവാക്കുക. സന്തോഷം കുടുംബത്തിനുള്ളിൽ ഒതുക്കി നിർത്തുക. രഹസ്യ സ്വഭാവം. ചാണക്യൻ പറയുന്നു, പൂർത്തിയാകാത്ത പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നത് പരാജയത്തിന് വഴിതെളിക്കും. നിങ്ങളുടെ പദ്ധതികൾ വിജയിച്ചു കഴിഞ്ഞാൽ ലോകം തനിയെ അറിഞ്ഞുകൊള്ളും. എളിമ പുലർത്തുക. നിങ്ങളുടെ ഐശ്വര്യം മറ്റുള്ളവരുടെ കണ്ണിൽ കുത്തുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാതിരിക്കുക.
വിനയം ദൃഷ്ടിദോഷത്തിൽ നിന്ന് വലിയൊരു പരിരക്ഷ നൽകും. സുഹൃത്തെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അനാവശ്യമായി നിങ്ങളുടെ സന്തോഷം ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച് നിങ്ങൾ തന്നെ ദൃഷ്ടിദോഷം ക്ഷണിച്ചു വരുത്താറുണ്ടോ? അതോ ചാണക്യൻ പറഞ്ഞതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങളുടെ മറുപടി കമന്റിൽ അറിയിക്കുക. ഓർക്കുക, ആഴക്കടലിലെ മുത്തുകൾ ആരും കാണാതിരിക്കുന്നതുകൊണ്ടാണ് അവ സുരക്ഷിതമായിരിക്കുന്നത്. വെളിച്ചത്തിന് മുന്നിൽ വെക്കുന്നതെന്തും നിഴൽ വീഴ്ത്തും. നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശം മറ്റുള്ളവരുടെ നിഴലുകൾ ഏൽക്കാതെ കാത്തു സൂക്ഷിക്കുക. ഇത് ബുദ്ധിമാന്റെ വഴിയാണ്. നമ്മുടെ ഈ അറിവിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. കണ്ണേറിനും ദൃഷ്ടിദോഷത്തിനുമെതിരെ ചാണക്യൻ നിർദ്ദേശിച്ച ഈ 7 പരിഹാരങ്ങൾ വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും ഊർജ്ജത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കവചങ്ങളാണ്. ചാണക്യൻ തന്റെ അവസാന ഉപദേശമായി നൽകുന്നത് ഇതാണ്: സത്യം ധർമ്മോ ദയാദാനം. സത്യവും ധർമ്മവും കരുണയും ദാനവുമാണ് ഒരാളുടെ ഏറ്റവും വലിയ സംരക്ഷണം. നിങ്ങൾ മറ്റൊരാൾക്ക് നന്മ ചെയ്യുമ്പോൾ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമ്പോൾ, ലോകത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകൾ നിങ്ങൾക്കൊരു സുരക്ഷാ വലയമായി മാറും. ആ വലയത്തെ ഭേദിക്കാൻ ഒരു വിഷദൃഷ്ടിക്കും സാധിക്കില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ ഒരുപക്ഷെ ഇത്തരം ദൃഷ്ടിദോഷങ്ങൾ മൂലമാകാം. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക. അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരുടെ ജീവിതവും സുരക്ഷിതമാകട്ടെ. ഇതുപോലുള്ള ഗഹനമായ അറിവുകളും ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെ നേരിടാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന നിഗൂഢമായ വഴികളും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ അറിവിന്റെ ലോകത്ത് എനിക്കൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ചാണക്യ മലയാളം കുടുംബത്തിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്താൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഭാഗ്യം കെടുത്തുന്ന 5 തരം മനുഷ്യരെ എങ്ങനെ തിരിച്ചറിയാം എന്ന പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഓർക്കുക, അറിവുള്ളവന് മാത്രമേ ലോകത്തെ കീഴടക്കാൻ കഴിയൂ. ആ അറിവിലേക്ക് ഞാൻ നിങ്ങളെ എന്നും നയിക്കും. ചാണക്യന്റെ ബുദ്ധിയും പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.